ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ കത്തി പോലും യൂസ് ചെയ്യാതെ മത്തി അതായത് ചാള വൃത്തിയാക്കി എടുക്കാനുള്ളൊരു അടിപൊളി ട്രിക്ക് കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അത് പല രീതിയിലാണല്ലേ അത് പൊട്ടി വരിക. അതായത് ഒന്ന് ചെറുതും ഒരു മുറി ചെറുതും ഒരു മുറി വലുതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്ത് തേങ്ങ പൊട്ടി കിട്ടാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ കാണിക്കുന്നത്. തേങ്ങ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഏത് ഭാഗത്താണോ അത് പൊട്ടേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ റൗണ്ടിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന ഒരു എന്തുകൊണ്ടാണോ പൊട്ടിക്കുന്നത് അത് വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ നമ്മൾ വരച്ച അതേ സ്ഥലത്ത് തന്നെ തേങ്ങ പൊട്ടിക്കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ വരച്ച ആ ഒരു സ്ഥലത്ത് തന്നെ ഇത് കറക്റ്റായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളത് മുഴുവനായിട്ടൊന്നും ഒരു ദിവസം യൂസ് ചെയ്യില്ലല്ലോ. ഒരു മുറി എടുത്ത് വെക്കും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് ദിവസം ഇരുന്നോളും. അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ താഴെ തന്നെ നമ്മൾ സാധാരണ തേങ്ങ വെക്കുന്ന രീതിയിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കനോ ബീഫൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത് കഴുകുന്ന വെള്ളം സിങ്കിലൂടെ അങ്ങോട്ട് ഒഴുക്കി കളയാണല്ലോ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ടിപ്പ് തന്നെ ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ 2-3 തവണ കഴുകുമ്പോൾ ഇതുപോലുള്ള ചോരയൊക്കെ ഉള്ള വെള്ളമാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്കോ കറിവേപ്പ് പച്ചമുളക് നമ്മളെന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതിൽ നല്ല ഇലകളും നമ്മളൊരു വളം യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, വളരെ നല്ലതാണ്. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ ചിക്കനോ ബീഫോ മീനൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത്, അതായത് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സമയത്ത് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് നമ്മളല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഇതുപോലെ ചെറുപയർ കടലയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കും അല്ലേ. അപ്പം അങ്ങനെ മറന്നു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതുപോലെ ഒരു കാസറോളിലേക്ക് അതിട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കുതിർന്ന് കിട്ടും. തലേ ദിവസം മറന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കാസറോളിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ കാസറോളിന് കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ചൂടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ചൂട് പോവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാസറോള് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാസറോളിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സവാളയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ തൊലി കളഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പം അത് വെച്ചിട്ടുള്ളൊരു ഉപയോഗമാണ് കേട്ടോ. അപ്പം അത് 2-3 ദിവസത്തെ സവാളയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലി എടുത്ത് വെച്ചിട്ട് ഇതുപോലൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2-3 ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിതാ ഇതൊരു ബോട്ടിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ടൊരു 3 ദിവസത്തിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല പോലെ ചീഞ്ഞ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ തൊലികളൊക്കെ റോസ് ഫ്ലവറിനാണെങ്കിലും ഏത് ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൂക്കൾ ഉണ്ടാവാനും ഇലകളൊക്കെ നന്നായിട്ട് നല്ല സമൃദ്ധിയിൽ വളരാനൊക്കെ നല്ലതാണെന്ന് നമുക്കറിയാം, അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ നേരിട്ട് അങ്ങോട്ട് ഇതിൻ്റെ തൊലികളൊക്കെ പോയി ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ചെടിച്ചട്ടിയാണെങ്കിലും പൂന്തോട്ടാണെങ്കിലും ഭയങ്കര വേസ്റ്റ്, ഒരു വൃത്തി ഉണ്ടാവില്ല അല്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ചെടികൾക്കൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. വൃത്തിയോടെ
പൂന്തോട്ടം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നേരിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, നേർപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ വെള്ളത്തിലേക്ക് അതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നേർപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനിത് സഹായിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മീൻ വൃത്തിയാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ മത്തി ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. വളരെ സിമ്പിളായിട്ട്, മത്തിയിലാണെങ്കിൽ ഒരുപാട് ചെതുമ്പൽ, അതായത് ചെളിക്കൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കുന്ന കാര്യം ഓർത്തിട്ട് പലരും ഈ മത്തി വാങ്ങാറേ ഇല്ല. എന്നാൽ ഞാൻ നമ്മുടെ കുക്കിംഗ് ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള മീനാണ് മത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയാക്കുന്ന കാര്യം ഓർത്തിട്ട് ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി വളരെ സിമ്പിളായിട്ട് നമുക്കിത് വൃത്തിയാക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് ഇതുപോലെ മത്തി ഇങ്ങനെ പിടിച്ചിട്ട് ചെതുമ്പലുള്ള ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഉരതി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെതുമ്പൽ പോകും കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ മത്തി ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു വാശിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മുടെ പണിയൊക്കെ വേഗം ഒരുങ്ങി കിട്ടുകയും ചെയ്യും, അവർ ചെയ്തോളും. കത്തി ഒക്കെ ഒന്നും കയ്യുമ്പോൾ തട്ടുന്ന പേടിയൊന്നും നമുക്ക് ഇല്ലല്ലോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇപ്പം നമ്മുടെ മീൻ നമുക്ക് പല രീതിയിലല്ലേ കിട്ടുക. അതായത് കുറച്ച് കേടുവരാനായ മീനൊക്കെ ചില സമയത്ത് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള മീനാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരുതുമ്പോൾ മീനൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ആ ഒരു തലേൻ്റെ ഭാഗത്തൊക്കെ ചെതുമ്പൽ പോയി കിട്ടാനൊക്കെ കത്തി വെച്ച് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടല്ലോ. അതായത് അതിൻ്റെ മുകൾ ഭാഗം, സൈഡൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗവും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് എല്ലാതും ഇതുപോലെ ചെതുമ്പൽ അങ്ങോട്ട് നീക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും 2 മിനിറ്റ് കൊണ്ടാട്ടോ ചെയ്തത്. 1 കിലോ മീനാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടമായി. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ ഈ വീഡിയോ. എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ഒന്നല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ചെതുമ്പൽ കളഞ്ഞിട്ട മീൻ ഞാനിതുപോലെ ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ തല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ വയറിൻ്റെ അവിടെ മുറിച്ച് കൊടുക്കുക, വാലും മുറിക്കുക, സൈഡിലുള്ള ഒരു ചിറകും മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ വയറ്റിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയാം. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ പീസ് മീനിനുള്ളിൽ ഇരിക്കൂലേന്ന്. അത് നമ്മൾ മുമ്പ് ടിപ്സിൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് പാത്രത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് നമ്മളിതിങ്ങനെ വലിക്കുന്ന സമയത്താണ് ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പൊട്ടിയിട്ട് അതിൽ നിൽക്കുക. ഈ മീൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതിലൊന്നും കൊളുത്തി അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അതിൽ നിൽക്കില്ല കേട്ടോ. അത് അത്രയും തുരുമ്പിച്ചാൽ മാത്രമേ അത് പൊട്ടി മീനിനുള്ളിലൊക്കെ നിൽക്കുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ക്രബ്ബറാണെങ്കിൽ ഒരിക്കലും മീനിനുള്ളിലൊന്നും അതിൻ്റെ പീസ് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഡൗട്ടൊന്നും ആർക്കും വേണ്ട. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്